ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കുന്നതിനു വേണ്ടിയുള്ള യുഎസിന്റെ തുടർച്ചയായ സമ്മർദ്ദത്തിന് വഴങ്ങാതെ സൗദി അറേബ്യ. ഇത് സംബന്ധിച്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം സൗദി അറേബ്യ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ തള്ളി. കഴിഞ്ഞ ആഴ്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള അടച്ചിട്ട മുറിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ അബ്രഹാം കരാറിൽ ചേരാനുള്ള യുഎസ് നിർദ്ദേശം സൗദി കിരീടാവകാശി നിരസിച്ചതായി ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാതെ ഇസ്രായേലിനെ അംഗീകരിക്കാനാകില്ലെന്ന നിലപാടിൽ ഉറച്ചുനിന്ന സൗദി ഇസ്രായേലുമായുള്ള ഏതൊരു സാധാരണ നയതന്ത്ര ബന്ധം സ്ഥാപിക്കലും ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിലേക്കുള്ള മാറ്റാനാവാത്തതും സമയബന്ധിതവുമായ പാതയുമായി ബന്ധിപ്പിക്കണമെന്ന് സൗദി യുഎസിനോട് അറിയിക്കുകയായിരുന്നു. 2 വർഷം നീണ്ടുനിന്ന ഗസയിലെ സയനിസ്റ്റ് വംശഹത്യക്കൊടുവിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ സൗദിയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് കണ്ടാണ് ഈ മാസം 18-ന് മുഹമ്മദ് ബിൻ സൽമാനുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയിരുന്നത്. സയനിസ്റ്റ് രാജ്യവുമായുള്ള ബന്ധത്തിന്റെ മാറ്റം വേണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നതായി വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ കിരീടാവകാശിയെ നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ കിരീടാവകാശിയെ കരാറുകളിൽ ചേരാൻ ട്രംപ് സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു. ട്രംപിന്റെ ആദ്യ ടേമിലാണ് എബ്രഹാം ഉടമ്പടി എന്ന പേരിൽ UAE, ജോർദാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ഇസ്രായേൽ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചത്. എന്നാൽ കഴിഞ്ഞ ആഴ്ചത്തെ വൈറ്റ് ഹൗസിലെ കൂടിക്കാഴ്ചയിൽ ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള അമിത സമ്മർദ്ദം സൗദിക്ക് അതൃപ്തിയുണ്ടാക്കി. ഇസ്രായേലുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള വാതിൽ തുറന്നിരിക്കുന്നു, പക്ഷേ ദ്വിരാഷ്ട്ര പരിഹാരമാണ് വേണ്ടത് എന്ന് സൗദി അറിയിക്കുകയായിരുന്നു. ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള വിശ്വസനീയവും സമയബന്ധിതവുമായ പാത ഇസ്രായേൽ അംഗീകരിച്ചാൽ മാത്രമേ സൗദി അറേബ്യ സാധാരണ നിലയിലേക്ക് നീങ്ങുകയുള്ളൂവെന്ന് കിരീടാവകാശി ട്രംപിനോട് പറഞ്ഞു. മുഹമ്മദ് ബിൻ സൽമാൻ ശക്തനായ മനുഷ്യനാണ് എന്നാണ് യുഎസ് വൃത്തങ്ങൾ സൗദി നിലപാടിനെ കുറിച്ച് പറഞ്ഞത്. തന്റെ വിശാലമായ പ്രാദേശിക കാഴ്ചപ്പാടിന്റെ ഭാഗമായി എല്ലാ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും എബ്രഹാം ഉടമ്പടിയിൽ ചേരുമെന്ന് ട്രംപ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും സൗദിയുടെ നിലപാട് സ്ഥിരത പുലർത്തുന്നുവെന്ന് യുഎസ് ഉദ്യോഗസ്ഥൻ ആക്സിയോസിനോട് പറഞ്ഞു. ഇസ്രായേൽ ഉപയോഗിക്കുന്ന F-35 യുദ്ധവിമാനത്തിന്റെ അതേ നൂതന മോഡൽ യുഎസ് സൗദി അറേബ്യക്ക് നൽകുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ട്രംപ് അറിയിച്ചിരുന്നു. ഇസ്രായേലുമായി സൗദി അറേബ്യ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നത് അമേരിക്കയുടെ മധ്യപൗരസ്ത്യ ദേശത്തെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നുവെന്നതിനൊപ്പം ആ പ്രദേശത്തിന്റെ രാഷ്ട്രീയ സുരക്ഷാ സമവാക്യത്തിനും വലിയ മാറ്റം സൃഷ്ടിക്കുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മക്ക, മദീന എന്നീ വിശുദ്ധ നഗരങ്ങളുടെ സംരക്ഷകനായ സൗദി അറേബ്യക്ക് ഇസ്രായേലിനെ അംഗീകരിക്കുക എന്നത് നയതന്ത്രപരം എന്നതിലുപരി ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട അതീവ വൈകാരിക വിഷയം കൂടിയാണ്. ഫലസ്തീനികളെ വംശഹത്യ ചെയ്തുകൊണ്ടിരിക്കെ മുസ്ലിം ലോകത്ത്, പ്രത്യേകിച്ച് അറബ് ലോകത്ത് കടുത്ത ഇസ്രായേൽ വിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. അതിനാൽ സയനിസ്റ്റ് രാജ്യവുമായി ബന്ധം സ്ഥാപിക്കുന്നത് സൗദിയെ സംബന്ധിച്ച് പ്രയാസമാണ്. സൗദി ഉടൻ ഇസ്രായേലുമായി ബന്ധം സ്ഥാപിക്കുമെന്നായിരുന്നു ഒക്ടോബറിൽ ട്രംപ് പറഞ്ഞത്. ഇപ്പോൾ പല രാജ്യങ്ങളും എബ്രഹാം കരാറിലേക്ക് ചേരുകയാണെന്നും സൗദി അറേബ്യയും ചേരുമെന്നും പ്രതീക്ഷിക്കുന്നു എന്നുമാണ് അടുത്തിടെ ട്രംപ് പറഞ്ഞത്. UAE, ബഹ്റൈൻ, മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങൾ എബ്രഹാം കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിലും ഫലസ്തീൻ പ്രശ്നത്തെ പൂർണ്ണമായും ഒഴിവാക്കുകയായിരുന്നു. Waytonikah.com, the exclusive Muslim matrimonial site.